ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ഫിറ്റ്നസ് ജേണിയിൽ നമ്മൾ മസ്റ്റായിട്ട് നടത്തേണ്ട ചില ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. അതായത് ഞാൻ എൻ്റെ ഫിറ്റ്നസ് ജേണിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ജസ്റ്റ് ഒരു ഷെയറിംഗ് ആണ്. എല്ലാ കാര്യങ്ങളൊന്നും മസ്റ്റൊന്നുമല്ല, അത് ആവശ്യം പോലെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ഫിറ്റ്നസ് ജേണി അല്ലെങ്കിൽ വെയ്റ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്തത് 1 സെപ്റ്റംബറിനാണ്. ന്യൂ ഇയർ റെസൊല്യൂഷൻ കുറച്ച് നേരത്തെ ആക്കി. 1 സെപ്റ്റംബറിൽ ഞാൻ ഫിറ്റ്നസ് ജേണി അല്ലെങ്കിൽ വെയ്റ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാനത് 106 kgs ഉണ്ടായിരുന്നു ആ സമയത്ത് 1 സെപ്റ്റംബറിൽ. ഇപ്പോൾ ഞാൻ 95 kg ആയിട്ടുണ്ട്. ഒരു 10 kg ഏകദേശം 3.5 മാസത്തോളം സമയം എടുത്തിട്ടാണ് 10 kg കുറച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തൊരു 10 kg, അതൊരു ഫേസ് വൈസ് ആയിട്ട് ഞാൻ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3.5 മാസം അല്ലെങ്കിൽ 4 മാസം കൊണ്ടാണ് ഇപ്പോൾ 10 kg സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3.5 തന്നെ അച്ചീവ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഒരു 10 kg കൂടെ കുറയ്ക്കാനുള്ള ഫേസിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നെക്സ്റ്റ് ടാർഗറ്റ് വന്നിട്ട് ഇപ്പോൾ 86 എന്നുള്ളൊരു ഇതിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ഫൈനലായിട്ടൊരു എക്സ്ട്രാ ഒരു 3 മന്ത്സിൻ്റെ ടൈം കൊണ്ട് ഒരു 83 kgയിലേക്ക് എത്തുക. 3 ഫേസായിട്ടാണ് ഞാൻ ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫേസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫേസിൽ തന്നെ ഒരു 10 kg കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തത് വാക്കിംഗ് ആണ്. അതായത് ഞാനൊരു ഡെയിലി, അതായത് നമ്മൾ ഒരു ദിവസത്തിൽ ഞാനൊരു 1.5 hours ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മോസ്റ്റ്ലി ഞാൻ വാക്കിംഗ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1.5 മണിക്കൂർ നടക്കുമായിരുന്നു. 1.5 മണിക്കൂർ ഏകദേശം ഒരു 7-8 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഏറ്റവും അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് 7-8 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഫസ്റ്റൊക്കെ ഒരു 5-6 കിലോമീറ്റേഴ്സാണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു കിലോമീറ്ററിന് ഏകദേശം 10 മിനിറ്റ്സ് 11 മിനിറ്റ്സ് ഒക്കെയാണ് എടുക്കുക. അപ്പോൾ അത് വെച്ച് ഇത് ചെയ്തിട്ട് ഒരു മണിക്കൂർ 1.25 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ മാക്സിമം നടക്കുമായിരുന്നു. അപ്പോൾ നടത്തത്തിൽ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നല്ല ഷൂ വേണം. അത് മസ്റ്റാണ്. ബിക്കോസ് നമ്മൾ വെളുക്കാൻ തേച്ച് പാണ്ടാവുക എന്നൊക്കെ ഉള്ള ഇതിൽ പറയുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കാലിലൊരു കുഷനിങ് എഫക്റ്റ് വേണം നമ്മൾ കൂടുതലായിട്ട് നടക്കുമ്പോൾ. അപ്പോൾ നല്ലൊരു ഷൂ അതിന് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ബ്രാൻഡഡ് ഷൂസ് അഡിഡാസ്, റീബോക്ക്, നൈക്കി അങ്ങനെയുള്ള സംഭവങ്ങൾ നോക്കുമ്പോൾ നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡെക്കാത്തലനാണ്. ഡെക്കാത്തലനിൽ ഈ ഒരു ഷൂ ജോഗ് ഫ്ലോ 100 എന്ന് പറഞ്ഞ ഷൂ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിലും കുറഞ്ഞുള്ള ഷൂസ് ഉണ്ട്. ഇതും കുറഞ്ഞ ഷൂ തന്നെയാണ്. 1599 ഡെക്കാത്തലനാണ് ഈ ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല ഷൂ ആണ്. നല്ല കുഷനിങ് ഒക്കെ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഒരു 4 മാസത്തോളം യൂസ് ചെയ്യണം. നല്ല കുഷനിങ് ഇപ്പോഴും ഉണ്ട്. ഇതുപോലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് നമ്മുടെ കാലിനൊക്കെ എപ്പോഴും, കാലിൻ്റെ ഹെൽത്തിനും ജോയിൻസിൻ്റെ ഹെൽത്തിനൊക്കെ എപ്പോഴും നല്ലതായിരിക്കും. ബിക്കോസ് നമ്മൾ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് വെയിറ്റ് കൂടിയിട്ടുള്ളത് നടക്കുമ്പോൾ നമുക്ക് നല്ല ലോഡ് വരും നമ്മുടെ ജോയിൻസിലൊക്കെ. അപ്പോൾ അത് നല്ല രീതിയിൽ കുഷൻ നമുക്ക് ആവശ്യമാണ്. ലൈറ്റ് റണ്ണിങ് ആയാലും നടത്തത്തിനായാൽ തന്നെയും എപ്പോഴും ഷൂ ഉപയോഗിക്കായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു സ്റ്റേഡി ഫീലിംഗ് നമുക്ക് തോന്നും. കാലിൽ കുറച്ചുകൂടെ പവറൊക്കെ ഉള്ളതായിട്ട് തോന്നും. മേ ബി അതൊരു മൈൻഡിൻ്റെ ഒരു മൈൻഡ് സെറ്റായിരിക്കും. ഷൂ ഇല്ലാതെ നടക്കാൻ ഞാൻ ക്രോക്സൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ കുറേ നടത്തിട്ടൊക്കെ ഉണ്ട്. അത് കുറച്ച് നാൾ ക്രോക്സൊക്കെ ഉപയോഗിച്ച ശേഷമാണ് ഈ ഷൂ വാങ്ങിയിട്ടുള്ളത്. നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ ഇതുവരെ. ഫസ്റ്റ് ഫേസിൽ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ഐറ്റമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഈ പർട്ടിക്കുലർ ഷൂവിൻ്റെ. അല്ലെങ്കിൽ ഡെക്കാത്തലൻ തന്നെ വേറെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനും കാര്യങ്ങളൊക്കെ സ്യൂട്ടാവുന്ന രീതിയിലൊരു ഷൂ നമുക്ക് വാങ്ങാവുന്നതാണ്. ബിക്കോസ് വാക്കിംഗ് ആണ് ഏറ്റവും ഈസി ആയിട്ടുള്ള കാർഡിയോ എക്സസൈസ്. ബാക്കി ഏത് കാർഡിയോ എക്സസൈസ് നിങ്ങൾ എടുത്താലും അതിനെ കുറച്ചൊരു എഫേർട്ട് നമ്മൾ അഡീഷണലി ഇടണം. നമ്മളൊരു വെയിറ്റ് ലോസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും നമുക്ക് ഈസിയസ്റ്റ് ആയിട്ടൊരു സാധനം പെട്ടെന്ന് അച്ചീവ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു സംഭവമാണ് വാക്കിംഗ്. അതിനൊരു 1 hour സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ 1.5 hour നമ്മൾ സമയം പോലെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്കൊരു 7-8 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റും. ഇത് ഒരുമിച്ച് നടക്കണമെന്നില്ല. നമ്മൾക്ക് ഭക്ഷണം കഴിച്ച ശേഷമോ ഭക്ഷണത്തിന് മുമ്പോ സമയം കിട്ടുമ്പോഴൊക്കെ ചുമ്മാ നടക്കുക. അപ്പോൾ അതിനകത്ത് തന്നെ കുറച്ച് കിലോമീറ്റേഴ്സ് കവർ ചെയ്ത് കിട്ടും.
ഒരു 1 കിലോമീറ്ററൊക്കെ 2 കിലോമീറ്റേഴ്സൊക്കെ ഇൻ്റർമീഡിയൻ്റായിട്ട് കവർ ചെയ്യാൻ നോക്കുക. ഉച്ചയ്ക്ക് മുന്നേ വൈകിട്ട് 1 കിലോമീറ്റർ, അപ്പോൾ തന്നെ 2 കിലോമീറ്റർ കവറായി. പിന്നെ നമുക്കൊരു 6 കിലോമീറ്റേഴ്സ് നമുക്കൊരു 1 ഹവറിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഈവനിങ്ങിൽ സമയം പോലെ. അപ്പോൾ അത് ഒരുമിച്ച് 8 hours ഒരുമിച്ച് ടാർഗറ്റ് ചെയ്യാതെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം 2 ചെറിയ സെഷൻസ് നടക്കുക. ഒരു 1 കിലോമീറ്റർ വെച്ചിട്ട് 10 minutes വാക്കല്ലേ ഉള്ളൂ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാർഡിയോ അല്ലെങ്കിൽ വാക്കിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ്ലി ഒരു 1 hour അലോട്ട് ചെയ്തിട്ട് ആ സമയത്ത് നടന്നു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. എനിക്ക് ഏകദേശം ഒരു 1 കിലോമീറ്ററിലൊരു 100 calories അടുത്ത് നമുക്ക് ബേൺ ആവും. ഒരു 6 കിലോമീറ്റേഴ്സൊക്കെ 600 calories അടുത്ത്, മിനിമം ഒരു 600-700 calories നമ്മൾ ബേൺ ചെയ്തിട്ടുണ്ടാകും ഡെയിലി. പിന്നെ അതുപോലെ തന്നെ കലോറി ഡെഫിസിറ്റിലായിരുന്നു ഡയറ്റ്. ആ കലോറി ഡെഫിസിറ്റ് ഡയറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്, കിച്ചൺ സ്കെയിൽ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഈ ഹെൽത്ത് റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഭക്ഷണത്തിലൊക്കെ എത്ര കാലോറീസ് ഉണ്ടെന്നൊരു വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ കണ്ടു നോക്കാം. അപ്പോൾ അതിനകത്ത് ഓരോ ഫുഡ് ഐറ്റംസിന് എത്ര കാലോറീസ് ഉണ്ടാവും എന്നുള്ളതുണ്ട്. മെയിനായിട്ട് നമ്മൾ മലയാളികൾ കഴിക്കുന്നൊരു ഭക്ഷണമാണ് ചോറ്, അല്ലേ? ചോറ് നമുക്ക് മാൻഡേറ്ററിയാണ്. അപ്പോൾ ഈ ചോറ് ബിക്കോസ് എൻ്റെ വെയിറ്റ് കൂടാൻ തന്നെ കാരണം നമ്മൾ കണക്കില്ലാതെ ഞാൻ ജങ്ക് ഫുഡൊന്നും അധികം കഴിച്ചിട്ടില്ലെങ്കിലും ചോറ് കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് വീട്ടിൽ നിന്നൊക്കെ ചോറ് കഴിക്കുമ്പോൾ നമ്മൾ ചുമ്മാ കണക്കും നോക്കാറില്ല, കഴിക്കുകയാണല്ലോ. അപ്പോൾ എക്സസ് കഴിക്കുന്നതൊക്കെ നമ്മൾ ഫാറ്റായിട്ട് കൺവേർട്ട് ആവും. അപ്പോൾ നമ്മൾ എത്രമാത്രം കഴിക്കണം, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പം ആയാലും എന്താ പറയുക, ചപ്പാത്തി ആയാലൊക്കെ ഒരു കൗണ്ട് ഉണ്ടാവും, 1, 2. അപ്പോൾ ഒരു അപ്പത്തിൽ അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയിൽ എത്ര കാലോറീസ് ഉണ്ടാവും നമുക്ക് ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കൗണ്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റും, എറൗണ്ട് ഒരു കാൽക്കുലേഷൻ നമുക്കുണ്ട്. പക്ഷേ ചോറെന്നുള്ള സംഭവം നമ്മൾ പക്ക വേജ് അല്ലെങ്കിൽ പുട്ട് കഴിക്കുക, ചോറ് കഴിക്കുക, അങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മൾ ചെയ്ത് കഴിയും. അതെന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാനൊരു 1st September എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ആയതെങ്കിലും ഞാൻ 19th October ഞാൻ ഈ ഒരു ഐറ്റം മേടിച്ചു, BTEXPയുടെ കിച്ചൺ സ്കെയിൽ. അതൊരു ഇപ്പോഴത്തെ ആമസോണിലെ കറണ്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ 499 ആണ്. അപ്പോൾ എനിക്കത് ആ സമയത്ത് 249 ഈ സാധനം കിട്ടി. ഇത് വളരെ നല്ലൊരു ഐറ്റമാണ്. മേടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ആക്യുറേറ്റാണ്, വെയിറ്റൊക്കെ നല്ല ആക്യുറേറ്റായിട്ട് കിട്ടുന്നുണ്ട്. 10 kg വരെ മാക്സിമം വേ ചെയ്യാം. പക്ഷേ നമ്മുടെ ചോറൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് വേ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എത്രയാണോ കലോറീസ് കഴിക്കേണ്ട ആ രീതിയിൽ 350 ഗ്രാമോ 300 ഗ്രാംസൊക്കെ ചോറ് കഴിക്കാം. ഞാൻ ആ രീതിയിലാണ് കഴിക്കുന്നത്. നമ്മുടെ കലോറീസ് നമ്മുടെ മെയിൻ്റനൻസ് കലോറി എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെ നമ്മുടെ മെയിൻ്റനൻസ് കലോറി കാൽക്കുലേറ്റ് ചെയ്യാമെന്നും പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് എത്രമാത്രം ചോറ് കഴിക്കണം. പിന്നെ കറികളുടെയും ഒരു കലോറീസ് വരുമല്ലോ, അപ്പോൾ അതൊരു അറൗണ്ടായിട്ട് എടുക്കുക. ചോറൊരു ബേസിക്കായിട്ട് 300 to 350 calories കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ 300 to 350 ഗ്രാംസ് ചോറ് കഴിച്ചാൽ തന്നെ ഏകദേശം ഒരു 400-500 calories അടുത്ത് വരും. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഒരു ചോറ് അപ്പോൾ ഫസ്റ്റ് പ്ലേറ്റ് വയ്ക്കുക, പ്ലേറ്റിൻ്റെ വെയിറ്റ് നോക്കുക, ദെൻ അതിൻ്റെ അകത്തേക്ക് ചോറ് സെർവ് ചെയ്തിട്ട് വീണ്ടും വെയിറ്റ് നോക്കുക. അപ്പോൾ അതനുസരിച്ച് പ്ലെയിൻ ആയിട്ടുള്ള പ്ലേറ്റിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ട് നമുക്ക് ചോറിൻ്റെ വെയിറ്റ് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തന്നെ, പ്രത്യേകിച്ച് നമ്മളെ ചോറുണ്ണാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഞാൻ ലഞ്ചും ഡിന്നറായിട്ടും ചോറാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഈ ഫസ്റ്റ് 2 പ്രൊഡക്റ്റാണ് എന്താ പറയുക ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്ട്സ് എന്ന് പറയാവുന്ന കാര്യങ്ങൾ നമ്മുടെ ഫിറ്റ്നസ് ജേർണിയിൽ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ജേർണിയിൽ. 3rd പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിങ് മെഷീനാണ്. വെയിങ് മെഷീൻ ഞാൻ പർച്ചേസ് ചെയ്തത് 18th December ലേറ്റായിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ബിക്കോസ് ഇതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് ആവശ്യമില്ല. ബിക്കോസ് നമുക്ക് ഡെയിലി നമ്മൾ വെയിറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഡിഫറൻസ് ഒന്നും അതിൻ്റെ അകത്ത് കാണില്ല. നമ്മളൊരു മന്ത്ലി ഒക്കെ വെയിറ്റ് നോക്കി കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി നോക്കുക ഒന്നൊന്നും കുറഞ്ഞിട്ടില്ല, ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. 2 ദിവസം കൂടുമ്പോൾ നോക്കുകയാണ് ഇപ്പം വലിയ കാര്യമായിട്ടൊന്നും കുറഞ്ഞിട്ടില്ല, പിന്നെ ഇത് ചെയ്തിട്ട് തന്നെ കാര്യം എന്നൊക്കെ ഉള്ളൊരു ചിന്ത മൈൻഡ് സെറ്റ് നമ്മുടെ മൈൻഡിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഈ സാധനം മേടിച്ചാൽ തന്നെ നമ്മൾ അറ്റ്ലീസ്റ്റ് വീക്കിലിയോ വീക്കിലിയോ അല്ലെങ്കിൽ മന്ത്ലിയോ മാത്രമാണ് അതിനകത്ത് വെയിറ്റ് നോക്കാൻ പാടുള്ളൂ. അപ്പോൾ ആണ് നമ്മൾ എത്രമാത്രം റിസൾട്ട് നമുക്ക് നമ്മുടെ എഫേർട്ടിന് കിട്ടിയെന്ന് മനസ്സിലാവുള്ളൂ. ഡെയിലി നമുക്കിത് യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ വെയിറ്റ് നോക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടൻ നോക്കുക, ഭക്ഷണത്തിനൊക്കെ മുന്നേ
ഫ്രഷ് ആയ ശേഷം. അപ്പോഴാണ് നമുക്കൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള വെയിറ്റ് കിട്ടുക. ഇതും മാൻഡേറ്ററി എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ നിങ്ങളുടെ എഫേർട്ടിൽ ഫോക്കസ് ചെയ്യുക, റിസൾട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് ഉണ്ടായിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി എവിടെയെങ്കിലും വെയിങ് മെഷീനൊക്കെ ഉണ്ട്, അപ്പോൾ നോക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അത് മാത്രം നോക്കുക. അല്ലെങ്കിൽ വാങ്ങണമെങ്കിൽ വാങ്ങാം. 349 റുപ്പീസിന് എനിക്കിത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റി. കറണ്ട് റേറ്റ് 389 ആണ്, 40 റുപ്പീസ് കൂടിയിട്ടുണ്ട്. ഇതത്ര മാൻഡേറ്ററി അല്ല, പക്ഷെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ദാറ്റ്സ് ഓൾ. ഫോർത്ത് ഐറ്റം സ്മാർട്ട് വാച്ചാണ്. സ്മാർട്ട് വാച്ചും ഞാൻ വാങ്ങിയത് 17th നവംബറിനാണ്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു സ്മാർട്ട് വാച്ച് ഉണ്ടായിരുന്നു. അമേസ്ഫിറ്റിൻ്റെ ഒരു 5000+ റേറ്റ് വരുന്ന ഒന്നായിരുന്നു അത്. അത് നല്ല രീതിയിൽ വർക്ക് GPS ഉള്ള ഒരു മോഡലൊക്കെ ആയിരുന്നു. അതായത് GPS ഉണ്ടാകുമ്പോൾ നമ്മൾ എത്ര കിലോമീറ്റർ നടന്നു അതൊക്കെ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എത്ര കാലോറീസ് ബേൺ ചെയ്തെന്നൊക്കെ ഉള്ളത് അതിനകത്ത് എനിക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആ സ്പെസിഫിക് ആക്ടിവിറ്റി ചൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ, ബിക്കോസ് നമ്മൾ വാക്കിംഗ് ചെയ്യുവാണെങ്കിൽ ജോഗിങ് ചെയ്യുവാണെങ്കിൽ ആക്ടിവിറ്റി ചൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഇതിനകത്ത് അത്രയും കാലറീസ് ബേൺ ആയിട്ടുള്ളത് കാണിക്കുന്നില്ല. പക്ഷേ അമേസ്ഫിറ്റിനകത്താണെങ്കിൽ കുറച്ച് റേറ്റ് കൂടിയ വാച്ചായിരുന്നു, കുറച്ചുകൂടെ അതിൻ്റെ സോഫ്റ്റ്വെയറൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ ഞാൻ വിചാരിക്കുന്നത് അതാണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് എന്നാണ്. അമേസ്ഫിറ്റിലുള്ള റിസൾട്ടാണ് കുറച്ച് ആക്യുറേറ്റ്. അപ്പോൾ ഇത് ഞാൻ അമേസ്ഫിറ്റ് ഞാൻ 2 years യൂസ് ചെയ്തുള്ളൂ. അപ്പോഴത്തേക്ക് എൻ്റെ കേട് വന്ന് പോയി. അതിനകത്ത് അത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണെങ്കിൽ വാട്ടർ പ്രൂഫാണെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ നനഞ്ഞപ്പോൾ അതിനകത്ത് എനിക്ക് വെള്ളം ഉള്ളിൽ കയറിയും തോന്നുന്നു. അങ്ങനെയാണ് അത് കേട് വന്നത്. സോ അതുകൊണ്ട് അത്ര വലിയൊരു പൈസ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു വാച്ച് മേടിച്ചാൽ നോക്കുന്നത്. ഇത് നല്ല ലുക്കാണ്, നമുക്ക് പുറത്തൊക്കെ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു വാച്ചാണ്, കാണാൻ നല്ല ലുക്കാണത്. പക്ഷേ സമയം കാര്യങ്ങളും ബാറ്ററി ബാക്കപ്പൊക്കെ അത്യാവശ്യം നല്ലതാണ്. 4 star റേറ്റിംഗ് ഉണ്ട് ആമസോണിൽ. നല്ല ലുക്കുള്ളൊരു വാച്ചാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എക്സസൈസിൻ്റെ കാലറീസും കാര്യങ്ങളിലും അത്ര ആക്യുറേറ്റ്. പക്ഷേ ഡിസ്റ്റൻസൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. കാലറീസിൽ മാത്രമാണ് എത്ര കാലറീസ് ബേൺ ചെയ്തു എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ അത് പല പാരാമീറ്റേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബോഡി വെയ്റ്റ്, നമ്മുടെ ഫിസിക്കൽ മെഷർമെൻറ്റ്സ്, അതുപോലെ നമ്മുടെ ഹാർട്ട് റേറ്റ്, നമ്മുടെ ഡിസ്റ്റൻസ് വാക്ക്ഡ്, അതൊക്കെ നോക്കിയിട്ട് അവർ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഒരു അൽഗോരിതം ബാക്ക് എൻഡിൽ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് ഇവർ എത്ര കലോറീസ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എത്ര കലോറീസ് ബേൺ ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അത്ര സൗണ്ടല്ല. എനിക്ക് ചെറിയൊരു പൈസയ്ക്കുള്ള വാച്ചായതുകൊണ്ടായിരിക്കും. നോയ്സിൻ്റെ ഫോഴ്സ് റഗ്ഡ് എന്ന് പറഞ്ഞ സ്പോർട്ടി മോഡലാണ്. എന്നാലും സമയം നോക്കാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് ടൈം നോക്കാനായിട്ട് ഞാൻ നോർമൽ ഔട്ട്ഡോർ വാക്കാണെങ്കിൽ ടൈം നോക്കും. അപ്പോൾ നമുക്ക് ഏകദേശം 1 hour ആകുമ്പോൾ നമുക്ക് ഏകദേശം 5 to 6 കിലോമീറ്റേഴ്സ് കവർ ചെയ്യുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഞാൻ എക്സസൈസ് മോഡിട്ട് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ബാറ്ററി ബാക്കപ്പൊക്കെ അത്യാവശ്യം ഒരാഴ്ചയൊക്കെ നിൽക്കുന്നുണ്ട്, 5 ദിവസം ഒക്കെ നിൽക്കുന്നുണ്ട്. അത്രേ പറയണുള്ളൂ, അത്ര ഏകദേശം കിട്ടുന്നുണ്ട് എനിക്ക് ഇപ്പോൾ തുടക്കത്തിൽ. കാണാൻ നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റാണ്. പക്ഷേ അതുപോലെ ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നില്ല ഇതിൻ്റെ സോഫ്റ്റ്വെയറൊക്കെ അത്ര അടിപൊളിയാണെന്ന് പറയാനില്ല. ബിക്കോസ് അത്ര റേറ്റ് ഉള്ളൂ. ഞാൻ 1839 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഇപ്പോൾ 1799 ഉള്ളൂ. പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മേബി എല്ലാവർക്കും ഇപ്പോൾ സ്മാർട്ട് വാച്ച് ഉള്ളൊരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നില്ല. ഞാൻ ജസ്റ്റ് ഇത് ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നുള്ളൂ. അതുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം. ഇത്രയാണ് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പെസിഫിക്കലി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടെന്ന് പറയാൻ പറ്റുന്നത്. ഏകദേശം ഒരു 4000 റുപ്പീസാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളും ഈ 2025 ന്യൂ ഇയറിൽ ഒരു റെസൊല്യൂഷൻ എടുത്ത് ഫിറ്റ്നസ്സിലേക്കും അതുപോലെ വെയിറ്റ് ലോസിലേക്കും ഒരു റെസൊല്യൂഷൻ എടുത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫ്ലെക്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ഫിറ്റ്നസ് ജേണിയെ കുറച്ചും കൂടെ സ്മൂത്താക്കുമെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ നോക്കിയിട്ട് താങ്കളുടെ ആവശ്യം പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അത് നമുക്കൊരു മോട്ടിവേഷനാവും ഫിറ്റ്നസ്സിലേക്കുള്ളത്. എന്തായാലും ഇത്ര പൈസ നമ്മൾ മുടക്കി ഇനി എന്തായാലും നമ്മളിത് ചെയ്ത് പറ്റും എന്നുള്ളൊരു ഇതും കൂടെ അതിൻ്റെ ഫാക്ടറും കൂടെ അതിൻ്റെ അകത്ത് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.